മഹാഗുരുശരണം. ഇന്ന് 2025 മെയ് 13 ചൊവ്വാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ക്ഷമിക്കണം, ഇത് രണ്ടാമത് ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. ആദ്യമേ റെക്കോർഡ് ചെയ്തിട്ടത് കേൾക്കാൻ പറ്റുന്നില്ല. അത് ആദ്യമേ ഒരു ടെസ്റ്റായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. അത് കേട്ടതിന് ശേഷമാണ് വേറെ റെക്കോർഡ് ചെയ്യാറ്. പക്ഷേ എന്തുകൊണ്ട് സൗണ്ട് വന്നില്ല അറിയില്ല. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ പറയാൻ നോക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് പറയാം, എനിക്ക് കഴിയാവുന്നതും ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അയക്കാണ്ടിരിക്കുക, അതുപോലെ അനാവശ്യ ഫോർവേഡുകൾ അയക്കാണ്ടിരിക്കുക. ഇതൊക്കെ കാര്യം എൻ്റെ ഫോൺ ഹാങ് ആകണതിൻ്റെ ഒരിതാണ്. ഈ നമ്മൾ മെഡിറ്റേഷൻ ശീലമാക്കി കഴിഞ്ഞാൽ, ധ്യാനം ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അറിവ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടും. അത് പലർക്കും അനുഭവം ഉണ്ടാകും. അപ്പോൾ പലതും നോക്കാനോ ഇത് ചെയ്യാനോ പറ്റുന്നില്ല. പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ അയക്കുന്നവരെ ഞാൻ ലോക്ക് ചാറ്റിലേക്ക് മാറ്റുകയാണ്. ലോക്ക് ചാറ്റിൽ എന്ന് പറഞ്ഞാൽ അതങ്ങനെ കിടക്കും, ഞാൻ സമയമുള്ളപ്പോൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് അയക്കുമ്പോൾ ഇത് മുകളിൽ വന്ന് കിടന്ന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാനതൊരു സെറ്റിങ്സ് ആക്കിയിരിക്കുകയാണ്. അതുപോലെ ഇന്നൊരു വ്യക്തി വിളിച്ചിട്ട് അദ്ദേഹം എന്നോ സംസാരിച്ചിരുന്നു, അത് ഓർമ്മയുണ്ടോ, അതെന്തായെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഓർമ്മശക്തി പരീക്ഷിക്കുന്ന പോലെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുമെല്ലാം ലോക്ക് ചാറ്റിൽ മാറ്റി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതേ നമ്മൾ എത്രയോ പേരോട് സംസാരിക്കുന്നു, അവർക്ക് അപ്പോഴെന്താണെന്ന് വെച്ചാൽ പറയുന്നതിൻ്റെ ഗൈഡൻസ് കിട്ടുന്നു. അത് ആത്മാർത്ഥതയോടെ ചെയ്യുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. മനസ്സിലായ? എനിക്ക് അല്ലാണ്ട് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ അനുഭവങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ജ്യോതിഷ പണ്ഡിതനൊന്നുമല്ല, ജ്യോതിഷമൊന്നും നോക്കുന്ന ആളല്ല. പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ ആരും ജാതകം അയക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ജാതകം ചോദിക്കുന്നു? അവരുടെ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കിയിട്ട് ആ ദശാകാലം അനുകൂലമാക്കാൻ എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യണമെന്നറിയാൻ മാത്രമാണ് ദശ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്തിരുന്നു. വീഡിയോ കോൾ ചെയ്തപ്പോൾ ജാതകം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നെ സ്ക്രീനിൽ ആ ജാതകം കാണിച്ചതെന്ന് ഞാൻ അവർക്ക് അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെസ് ചെയ്തു. മനസ്സിലായി? ഒന്നും പറയാൻ പോയില്ല, ബ്ലെസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അതിൽ കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് രണ്ട് സംശയങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഒന്ന് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചാണ്. അതൊരു വിശാല സബ്ജക്റ്റാണ്. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകണമോ? ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ, കാര്യം ഈ ചില ദീക്ഷകൾ എടുത്തവർക്ക് പല ദീക്ഷകളുണ്ട്. ഈ ദീക്ഷകൾ എടുക്കുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ, നമുക്ക് സ്വയം ചില ടെക്നിക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ, ചില സമ്പ്രദായത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സൽ എനർജി എന്ന് പറഞ്ഞാൽ ദൈവം, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ദൈവികമായ ഒരു എനർജി, അത് നമുക്ക് സ്വീകരിക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കാൻ കഴിവുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണമോ? ക്ഷേത്രത്തിൽ പലരും ചെന്ന് അവരുടെ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ആ ആവശ്യമില്ലാത്ത എനർജി അവിടെ ഡംപ് ചെയ്ത് കാണും, അത് നമ്മളിലേക്ക് എത്തിച്ചേരുമോ എന്ന് പറഞ്ഞ ഒരാൾ സംശയം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഏതോ ഒരു മെഡിറ്റേഷൻ സമ്പ്രദായത്തിൽ പോയപ്പോൾ അതിൻ്റെ ഗുരു പറഞ്ഞതാണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ് പറയാം, നമ്മൾ ഏത് എനർജി സ്വീകരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പം ഏറ്റവും അധികം ആൾക്കാർ പ്രാർത്ഥനകളിൽ പ്രശ്നങ്ങൾ പോയി പറയുന്ന ക്ഷേത്രങ്ങളാണ് ശബരിമല, ഗുരുവായൂർ, ചോറ്റാനിക്കര, അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ. നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു, എന്ത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവിടെ. ഇത് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കാൻ, നമ്മുടെ പ്രശ്നങ്ങളൊന്നും ദൈവം ഏറ്റെടുക്കുന്നില്ല. അത് ക്ഷേത്രങ്ങളിൽ പോയി അതിൻ്റെതായ ചെയ്യുമ്പോൾ അതൊന്ന് ന്യൂട്രലൈസ് ആകുകയാണ്. കണ്ണിക്കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടിട്ട് പോകും. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ പലർക്കും ഇതൊരു തെറ്റിദ്ധാരണ. ഇപ്പോൾ തേടൈ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഡയറക്റ്റ് ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആയി പിന്നെ ക്ഷേത്രങ്ങളിലൊന്നും പോകണ്ട എന്നുള്ള പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അതങ്ങനെയൊന്നും ആ രീതിയിലൊന്നും ഗുരുക്കന്മാർ പറയും എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യം ക്ഷേത്രങ്ങളിൽ ഒരു ഊർജ്ജ സങ്കേതമാണ്. ആ ഊർജ്ജ സങ്കേതത്തിൽ പോയിട്ട് അതിൻ്റെ ഓറയ്ക്കകത്തിരുന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് മെഡിറ്റേഷനോ ധ്യാനമോ ഉപാസനയോ ചെയ്ത് നമുക്കത് സ്വീകരിക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെയും മിടുക്ക്. മനസ്സിലായി? അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ക്ഷേത്രങ്ങളിൽ പോകരുത്, അല്ലെ പോയാലേ അവിടുത്തെ പോസിറ്റീവ് അല്ലാത്ത എനർജി നമ്മളിൽ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഉപാസന അല്ലെങ്കിൽ ആ ദീക്ഷയ്ക്ക് എന്ത് പവറാണുള്ളത്? ഞാൻ അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ദീക്ഷ ഒന്നുകിൽ നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് ഗുരു പറയുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുന്നു. അങ്ങനെയൊന്നുമില്ല. ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രങ്ങളിലാണെങ്കിലും അവിടെ ഒരു എനർജി കാണും. ആ എനർജിയെ നമുക്ക് സ്വീകരിക്കാം, പോസിറ്റീവായ എനർജിയെ സ്വീകരിക്കാം. എൻ്റെ അനുഭവമാണ് പറയുന്നത്. പിന്നെ വേറെ ചില തേടൈ ദീക്ഷയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ദീക്ഷ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ദീക്ഷ കൊടുക്കാനുള്ള അനുവാദമൊന്നും കിട്ടിയിട്ടില്ല, ദീക്ഷയും കൊടുക്കാറില്ല. പിന്നെ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണഭ്രാന്തി തിരുമേനി ചെയ്ത പോലെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഈ തേടൈ പഠിച്ചതിന് ശേഷം
ആ തേടയിൽ ബ്ലെസ്സിങ് എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. അതിൽ പഠിച്ചതാണ്. പണ്ടൊക്കെ ആൾക്കാർ തലയെ കൈവച്ച് സങ്കല്പ ചെയ്യുന്ന പോലെ ഈ തേടയിൽ പഠിച്ചതിന് ശേഷം അതിനൊരു ആത്മവിശ്വാസം വന്നിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ട് അപ്പം ചിലർ പറയുന്നുണ്ട്, ചിലർക്ക് കുറേ 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പുരുക മധ്യത്തിൽ വൈബ്രേഷനൊക്കെ അറിയുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അത് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമല്ല, അവർക്ക് അതിൻ്റെതായ തലത്തിലേക്ക് അവരെത്തിയത് കൊണ്ടാണ് കിട്ടുന്നത്, എൻ്റെ കഴിവൊന്നുമല്ല കേട്ടോ. അതും പറയാം. അപ്പം ചിലർ ചോദിക്കുന്നുണ്ട് തേടൈ ദീക്ഷ എവിടെ എടുക്കാമെന്ന്. ഞാൻ ഡോക്ടർ അഷ്റഫ് മാസ്റ്ററിൽ നിന്നാണ് തേടൈ ദീക്ഷ എടുത്തത്. അത് 2022 ആഗസ്റ്റ് 14-നാണ്. അതനുസരിച്ച് ഇത് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞും വേറെ ചില കോഴ്സുകളൊക്കെ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം ചെയ്ത കോഴ്സ് അതാണ്, ഈ മനഃശാസ്ത്രപരമായിട്ട്. ആ ബാക്കിൽ ഞാനും രോഗിൻ സാറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. പലരും അത് വളരെ നന്നായെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കോഴ്സിൽ എനിക്ക് ക്ലാസ് എടുത്ത ആളാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ ഓർക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, കാര്യം 30 പേരോളം ഉണ്ടായിരുന്ന ഒരു കോഴ്സായിരുന്നു. വാഗമണ്ണിൽ നിന്ന് വെച്ച് നടത്തിയതാണ് ഒരു ദിവസം. അദ്ദേഹവും ശ്രീ ജിനു ജെയിംസ് സാറും കൂടിയായിരുന്നു, ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനുണ്ട്. അപ്പോൾ അദ്ദേഹം ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇന്നൊരു വിദ്യ പഠിച്ചതാണ് ഞാൻ. അപ്പോൾ എപ്പോഴും എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണമ്പ്രാന്തിരി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോഴും എവിടെ ചെല്ലുമ്പോഴും എനിക്ക് അതറിയാം ഇതറിയാമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളൊന്നും അറിയാത്ത ആളായിട്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് എന്ത് കിട്ടുമോ അത് നമ്മൾ സ്വീകരിക്കണം. എൻ്റെ രീതി അതാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്, മനസ്സിലായി. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ തേങ്ങ വെച്ച് എനർജി നോക്കണം, അതാണ് ഏറ്റവും കൂടുതൽ വിമർശനം വന്നിരിക്കുന്നത്. എൻ്റെ തേടയിലുള്ള ആൾക്കാരൊക്കെ അതിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ബ്രഹ്മശ്രീ കൃഷ്ണമ്പ്രാന്തിരി തിരുമേനി പറയുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതും തേടയിൽ ചെന്നപ്പോൾ ഞാൻ പ്രയോഗിച്ചിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് എനിക്ക് ഈ വിദ്യ അറിയാമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മൾ അവിടെ ചെന്ന് സാധാരണക്കാരനെ പോലെ ഇരുന്നു എങ്കിലേ അവിടുത്തെ വിദ്യകൾ നമുക്ക് പഠിക്കാൻ പറ്റൂ. എന്നിട്ട് നമ്മൾ പഠിച്ച വിദ്യയിൽ എന്തൊക്കെ ഏറ്റക്കുറച്ചിലുകൾ, എന്തൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർക്കണം, എന്തൊക്കെ ആ വിദ്യകൾ ചെയ്യാനായിട്ട് എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ നോക്കും. കാര്യം ഇതിൻ്റെ എല്ലാം സൂക്ഷ്മതലത്തിൽ ഞാൻ നോക്കുമ്പോൾ ഉപാസനാ ശക്തികളിൽ നിന്നുള്ള എനർജിയാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ദീക്ഷ എടുത്തിട്ടുണ്ടോ അതുമായിട്ട് ഇത് ഉപാസനകളുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ പവർ യൂസ് ചെയ്യണം. അതാണ് സത്യം. അപ്പോൾ തൽക്കാലം 20 മിനിറ്റ് ആയിരുന്നു, ഇതിപ്പോൾ 7 മിനിറ്റ് കൊണ്ട് നിർത്തുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ പോയി. അപ്പോൾ തൽക്കാലം ഇത് പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കാണ്ടിരിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം ഇത് ചെയ്യുക. വിളിക്കാൻ പറ്റുന്നവരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ESP പാരാനോർമലിലെ ലാസ്റ്റ് എൻ്റെ ഇൻ്റർവ്യൂ വന്നത് ആ ഊർജ ഇതിനെക്കുറിച്ച്, ആ തേങ്ങയുടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തി പറയുന്നുണ്ട്, ഞാൻ 6 പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ കിട്ടിയില്ല, ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാധാരണ ഒരേ ആളുടെ കോള് 2 പ്രാവശ്യം ഒരേ നമ്പറിൽ നിന്ന് കോള് വന്നാൽ ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ വിളിക്കാറുണ്ട്. ഇന്നും ഒരാൾ മെസ്സേജ് അയച്ചു, ഒരു കോള് വന്നപ്പോൾ ഞാൻ അതിനകത്ത്, അപ്പോൾ വേറൊരു കോളിലായിരുന്നു. ഞാനപ്പോൾ മെസ്സേജ് അയച്ചു, ദയവ് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞു. പിന്നെ മെസ്സേജ് അയക്കും. ഓരോരുത്തരും എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേര്, അവരുടെ നക്ഷത്രം എന്താണ്, അവർ സ്ഥലം എന്താണെന്ന് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെല്ലി ചോദിക്കും ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴേ ഞാൻ പേരും നാളും ഒക്കെ പറയും. അപ്പോൾ ഇതാണ് കാര്യം. ഞാൻ ഓരോരുത്തരുടെയും സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ പേര്, ചിലരുടെ സംസാരിക്കുമ്പോൾ തന്നെ കോള് വരുമ്പോൾ ആദ്യം എടുക്കും. അപ്പോൾ തന്നെ അവരോട് ഞാൻ പേര്, നാള്, എവിടെയാണ് സ്ഥലം, അതുപോലെ ഇപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും താമസിക്കുകയാണ്, അതും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ 1000-ലധികം ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കുറേ അധികം ആൾക്കാർ, ഇന്ന് തന്നെ എത്രയോ പേരോട് സംസാരിച്ചു, 10-15 പേരോടായി. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ നക്ഷത്ര ദിവസം, മാസം തോറുള്ള നക്ഷത്ര ദിവസം ജസ്റ്റ് മെസ്സേജ് അയക്കുക. ഞാൻ ഇതാണ് ഇന്ന് എൻ്റെ നക്ഷത്രമാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. എനിക്കപ്പോൾ ആ ദിവസം സങ്കല്പം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ എൻ്റെ ഉപാസന കഴിഞ്ഞിട്ടുള്ള എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സങ്കല്പം കൊടുക്കുന്നുണ്ട്. അത് കുറേ അധികം പേരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു വ്യക്തി പറഞ്ഞ കാര്യം, അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ, ഞാൻ ഇതിലിടുന്ന വീഡിയോയിലൂടെയോ അല്ലെ അബാക്കിലോ ESPയിലോ ഉള്ള വീഡിയോയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങളുടെ ഉത്തരവായിട്ടാണ് അത് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളൊക്കെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു തലത്തിലേക്ക് പോവുക. ആ യൂണിവേഴ്സിൽ നിന്ന് ഇത് ആർക്കൊക്കെ എത്തിച്ച് അവരിൽ നിന്ന് ഇതിൻ്റെ ഔട്ട്പുട്ട് പുറത്തു വരുമോ അത് യൂണിവേഴ്സ് അതിനു വേണ്ടി ഓരോരുത്തരെ സെലക്ട് ചെയ്യും. അതിലെ ഒരു എളിയ ആളാണ് ഞാൻ. അതിന് എന്നെ പ്രാപ്തനാക്കിയ ഗുരുപരമ്പരകളോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ ആത്മീയ തലത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ബ്രഹ്മശ്രീ കൃഷ്ണമ്പ്രാന്തിരി തിരുമേനിയുടെ ആത്മചൈതന്യത്തിൽ നമസ്കാരം ചെയ്യാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പിടിച്ചു ഉയർത്തിയത് വെച്ചാണ് ഞാൻ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി വന്നിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്ന. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ഫലം, അതുപോലെ ഞങ്ങൾ ബോംബെയിൽ നിന്ന് ഇന്നലെ രാത്രി തിരിച്ചെത്തി. അപ്പോൾ ബോംബെയിൽ പോയ അവിടെ ചെയ്ത
എന്താണ് ക്ഷേത്ര ദർശനങ്ങൾ, മെഡിറ്റേഷൻ്റെയൊക്കെ ഫലം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് ദീർഘായുസ, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ദരിദ്രാന സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വ മനോകാമനാഭീഷ്ടം നടക്കാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന ജോലിയിലോ സർവീസിലോ പ്രൊഫഷനിലോ നല്ല വരുമാന മാർഗം സമ്പാദിച്ചുകൊണ്ട് അവർക്ക് ഉത്തമമായ സംസ്കാരസമ്പന്നമായ ജീവിത പങ്കാളി ലഭിക്കുവാനും, ഓരോരുത്തരും ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ ഉത്തരോത്തരം വരുമാനവർദ്ധനം ഉണ്ടാകാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി ഒക്കെ ഉണ്ടാകുവാനും, പിന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴും അത് ജോലി സ്ഥലത്താകട്ടെ, വീട്ടിലാകട്ടെ, ബിസിനസ് നടത്തുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിനോ വ്യക്തിപരമായി ചെയ്യുന്ന യാത്രകളിലാകട്ടെ ഫുള്ള് പ്രൊട്ടക്ഷൻ കിട്ടുവാനും, അതുപോലെ എല്ലാവരുടെയും കുലദേവത, കുടുംബദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുവാനും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാനും, അതിൻ്റെ നൂറുമേനി അനുഗ്രഹമായിട്ട് പ്രപഞ്ചത്തിൽ നിന്നും, പരാശക്തിയിൽ നിന്നും, 30 കോടി ദേവതകളിൽ നിന്നും നമുക്ക് ധനധാന്യ സമൃദ്ധിയായിട്ടും നല്ല ആരോഗ്യമായിട്ടും ദീർഘായുസ്സായിട്ടും കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമായിട്ടും നമ്മുടെ ഓരോ മനസ്സിലെ പോസിറ്റീവായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിട്ടും ആ അനുഗ്രഹങ്ങൾ നമ്മൾക്കെല്ലാവർക്കും കിട്ടണമെന്ന് എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമാർത്ഥകളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ആൾ, താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.